എന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്. എത്ര തിരക്കിനിടയിലാണെങ്കിലും എന്നെ കെയർ ചെയ്യുന്നത് ഞാൻ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ്. നമ്മളെ സ്നേഹിച്ചാലേ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളന്നേ. ആ ഒരു സ്നേഹത്തിന്റെ തെളിവാണ് ഈ ഒരു മനുഷ്യൻ. ഫേസ് യോഗയ്ക്ക് എനിക്കിപ്പോ 300 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. ഒപ്പം പാർഷയും കൂട്ടത്തിൽ കുറച്ച് ഷൂ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാ മടുപ്പ് തോന്നുക. പക്ഷെ ബോഡി ചില സമയം പറയും ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. കർക്കിടകവും നല്ല മഴയൊക്കെ അല്ലേ, നേരെ സമയത്തേക്ക് വന്നു. 5 ദിവസത്തെ കർക്കിടക ഒഴിച്ചിൽ ചെയ്യാനായിട്ട് വന്നതാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഈ കുഞ്ഞ് തന്നെ ആയിരുന്നു എനിക്ക് ചെയ്തിരുന്നത്. എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് സമേത ആയുർവേദിക്സ് എന്ന് പറയുന്നത്. അത് പലപ്പോഴായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയിരിക്കും നമ്മളെ ഓരോ തവണയും അവിടെ കെയർ ചെയ്യും. മുടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഇപ്പൊ ഇത്തിരി ശ്രദ്ധക്കുറവുണ്ടായിരുന്നത്. പക്ഷെ ഇനി വീണ്ടും എന്തായാലും PRP ഒക്കെ ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. തുടർച്ചയായ യാത്രയിലുണ്ടായ നീർക്കെട്ട് ഉൾപ്പെടെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം ഉണ്ടായിരുന്നെന്ന് അറിയോ. ഇപ്പൊ അപ്ലൈ ചെയ്തത് എന്റെ ഫേവറേറ്റ് ഓയിലാട്ടോ. ആദ്യത്തെ ദിവസം ഹെഡ് മസാജും ഹെയർ പാക്കും അതുപോലെ തന്നെ ഫേഷ്യൽ മസാജും ഫേഷ്യൽ പാക്കും ബോഡി ഫുൾ ഇതുപോലത്തെ ഒരു മസാജും ഒക്കെ ഉണ്ടായിരുന്നു. മസാജിന്റെ കൂട്ടത്തിൽ ഏറ്റവും മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് ഇതായിരുന്നു കേട്ടോ. അതൊരു ആയുർവേദ പൂളായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു ആ ഒരു സമയം. ഓരോ തവണ സമയത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അത്രയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എന്റെ ഫേസ് യോഗ ഉൾപ്പെടെ എത്രയോ നാളുകളായിട്ട് ഈ ഒരു സമയത്ത് ആയുർവേദിക്സിന്റെ ഒരു ഫേഷ്യൽ ഓയിൽ തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു കർക്കിടക കഞ്ഞിയൊക്കെ തന്നിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്. ഈ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു കഞ്ഞി കുടിച്ചപ്പോൾ ഉണ്ടായുള്ള ഒരു സുഖം ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കർക്കിടകമൊക്കെ അല്ലേ, ഒരു പതുക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് തുടങ്ങിക്കോന്നേ.